പത്തരമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അബി ഏഞ്ചലറിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ്. അബിയെ വരവേൽക്കാൻ വേണ്ടി ഡേവിഡും അവിടെയുള്ള സ്റ്റാഫും എല്ലാം ഉണ്ടായിരുന്നു. അങ്ങനെ ഡേവിഡ് അബിയെ വളരെ സന്തോഷത്തോടു കൂടിയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഡേവിഡ് അബിയോട് പറയുന്നുണ്ട്, അബി നീ ആ കസേരയിൽ പോയിരിക്കണം, ഏഞ്ചലറിൽ നീ ഒരു വലിയൊരു വഴിത്തിരിവാകണം എന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ അബിയെ കസേരയിൽ എത്തിയത് മാളവികയ്ക്ക് ഒട്ടും ഇഷ്ടമായില്ല. അങ്ങനെ മാളവിക ഡേവിഡിനോട് പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറി പല തിരിമറികളും അബി നടത്തിയിട്ടുണ്ട്, അവൻ കാരണം ഏഞ്ചലറിയും പെട്ടെന്ന് തന്നെ തകരും. മൂർത്തി ജ്വല്ലറി പല തിരിമറികളും അവൻ നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് അവനെ MD ആക്കിയത് എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല എന്നൊക്കെ ദേഷ്യത്തോടു കൂടി മാളവിക പറയുകയാണ്. അബി കാരണം നമുക്ക് ഇനി മെച്ചമേ ഉണ്ടാവുകയുള്ളൂ. മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും അബിയിലൂടെ നമുക്ക് അറിയാൻ സാധിക്കും, അതുവഴി നമുക്ക് ബിസിനസ് മെച്ചപ്പെടുത്താം, മൂർത്തി ജ്വല്ലറിയെ തകർക്കുകയും ചെയ്യാം എന്നൊക്കെ ഡേവിഡ് പറയുന്നുണ്ട്. അതുകൊണ്ടാണ് സാർ അബിക്ക് ആ സ്ഥാനം നൽകിയത് എന്നൊക്കെ ഡേവിഡ് പറയുമ്പോൾ മാളവിക സംശയിക്കുന്നുണ്ട്, ആരായിരിക്കും ആ സാറ്, എന്തായാലും കണ്ടുപിടിക്കണം എന്നൊക്കെ ചിന്തിക്കുകയാണ്. അങ്ങനെ മാളവിക ആദർശിനെ കാണുന്നുണ്ട്. എന്നിട്ടുണ്ടായ കാര്യങ്ങളെല്ലാം പറയുകയാണ്. അബി ജ്വല്ലറി ജോയിൻ ചെയ്തു എന്നും മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും അബിയിൽ നിന്ന് ചോർത്തിയെടുക്കാനാണ് അവന് MD സ്ഥാനം നൽകിയത് എന്നും മാളവിക പറയുന്നുണ്ട്. എന്തായാലും അബി ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിരീക്ഷിക്കാമെന്ന് അവന്തിക ആദർശിനോട് പറയുന്നുണ്ട്. അങ്ങനെ അവന്തിക ഓഫീസിൽ പോയി അബി ചെയ്യുന്ന കാര്യങ്ങളെല്ലാം CCTVയിലൂടെ നിരീക്ഷിക്കുകയാണ്. ആ സമയം അബി ചിന്തിക്കുന്നുണ്ട്, ചിലപ്പോൾ ഇവർ എന്തെങ്കിലും ഉദ്ദേശം വെച്ചായിരിക്കാം എനിക്കിവിടെ MD സ്ഥാനം നൽകിയത്. എന്തായാലും എൻ്റെ സ്ഥാനം അധികം നാൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. അതിനു മുമ്പ് തന്നെ പരമാവധി പണം ഇവിടെ നിന്ന് അടിച്ചു മാറ്റണം, പെട്ടെന്ന് തന്നെ പണക്കാരനാകണം എന്നൊക്കെ ചിന്തിക്കുകയാണ് അബി. എന്നാൽ ആ സമയത്ത് അബി ഷെൽഫെല്ലാം തുറന്നു നോക്കുന്നുണ്ട്. ആ സമയം അവന്തികയ്ക്ക് മനസ്സിലാകുന്നുണ്ട്, ഏട്ടൻ പണമുണ്ടെന്ന് പരിശോധിക്കുകയാണ്. എങ്ങനെയെങ്കിലും പണം ഉണ്ടാക്കണം എന്നൊരൊറ്റ ചിന്തയേ ഏട്ടനുള്ളൂ. ഇങ്ങനെ പോലെ അധികം നാൾ ജ്വല്ലറി മുന്നോട്ട് പോകില്ല, മൂർത്തി ജ്വല്ലറിയെ പോലെ ജ്വല്ലറിയും തകരും എന്നൊക്കെ ടെൻഷനോട് കൂടി ചിന്തിക്കുന്നുണ്ട് അവന്തിക. എന്തായാലും ഇക്കാര്യം അച്ഛനോട് പറയണം, അബിയേട്ടനെ ഇനി ഇവിടെ നിർത്തിയാൽ ശരിയാകില്ല എന്നൊക്കെ ചിന്തിക്കുന്നുണ്ട് അവന്തിക. അങ്ങനെ ഷെൽഫിൻ്റെ ഒരു താക്കോൽ അബിക്ക് കിട്ടുന്നുണ്ട്. അങ്ങനെ ഷെൽഫ് തുറന്ന് അബി പണത്തിൻ്റെ വലിയൊരു കെട്ട് മോഷ്ടിക്കുന്നുണ്ട്. ഇതെല്ലാം കണ്ട് ആകെ നെട്ടിലോട് കൂടി നിൽക്കുകയാണ് അവന്തിക. അങ്ങനെ അവന്തിക CCTV ദൃശ്യങ്ങളെല്ലാം നാഗേന്ദ്രന് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അത് കേട്ട് നാഗേന്ദ്രൻ പറയുന്നുണ്ട്, അബി ഒരുപാട് നാളൊന്നും ഇവിടെ ഉണ്ടാകില്ല, ചില ഉദ്ദേശങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് അബിക്ക് ആ സ്ഥാനം നൽകിയത്, ഓൾ ടെൻഷൻ അടിക്കണ്ട, എല്ലാത്തിനും അച്ഛനൊരു വഴി കണ്ടെത്തിയിട്ടുണ്ട് എന്നൊക്കെ നാഗേന്ദ്രൻ അവന്തികയോട് പറയുകയാണ്. അങ്ങനെ ഡേവിഡ് അബിയുടെ അടുത്ത് ചെന്ന് പറയുന്നുണ്ട്, അബി നീ പണം മോഷ്ടിക്കുന്നതല്ല CCTVയിലൂടെ ഞങ്ങൾ കണ്ടു. ഡേവിഡ് പറഞ്ഞത് കേട്ട് ആകെ നെട്ടി നിൽക്കുകയാണ് അബി. ഇത് ആദ്യ തവണയായതുകൊണ്ട് ഞങ്ങൾ ക്ഷമിക്കുകയാണ്, ഇനി ഒരിക്കലും ഇതുപോലെ ആവർത്തിക്കരുത്, അങ്ങനെ ചെയ്താൽ ഇനി പോലീസിനെ ഏൽപ്പിക്കും എന്ന് ദേഷ്യത്തോടു കൂടി ഡേവിഡ് പറയുന്നുണ്ട്. ഡേവിഡ് പറഞ്ഞത് കേട്ട് ആകെ വിറച്ചുകൊണ്ട് അബി പറയുന്നുണ്ട്, എനിക്കൊരു അബദ്ധം പറ്റി, ഇനി ഒരിക്കലും ആവർത്തിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് തല താഴ്ത്തുകയാണ് അബി. അതോടുകൂടി അബിക്ക് മനസ്സിലാകുന്നുണ്ട്, ഇനി ഒരിക്കലും മോഷണം ജ്വല്ലറി നടക്കില്ല എന്ന് മനസ്സിലാക്കുകയാണ് അബി. ആ സമയം ഡേവിഡ് പറയുന്നുണ്ട്, മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും നീ ഞങ്ങൾക്ക് ചോർത്തി തരണം, അതാണ് നിന്റെ പ്രധാന പണിയെന്ന് ഡേവിഡ് പറയുന്ന സമയത്ത് മൂർത്തി ജ്വല്ലറിയിലെ എല്ലാ രഹസ്യങ്ങളും ചോർത്തി തരാമെന്ന് അബി സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട്.